സങ്കീർത്തനം 114 3-5. സമുദ്രം കണ്ട് ഓടി യോർദാൻ പിൻവാങ്ങിപ്പോയി. സമുദ്രമേ, നീ ഓടുന്നതെന്ത്? യോർദാനെ, നീ പിൻവാങ്ങുന്നതെന്ത്? ദൈവത്തിൻ്റെ സ്വന്തം ജനം മിസ്രയീമ്യ അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവർക്ക് വാഗ്ദത്ത നാട്ടിലേക്ക് കടക്കേണ്ടതിന് ചെങ്കടൽ കടക്കേണ്ടതായുണ്ടായിരുന്നു. മോശെ ഒരു വടി ഉയർത്തിപ്പിടിച്ചു നിന്നതുകൊണ്ട് ഒന്നും നടക്കത്തില്ലായിരുന്നു. എന്നാൽ മോശയുടെ മേൽ ഒരു ദൈവവിളിയും ദൈവിക തിരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നത് മൂലം മോശയിൽ ദൈവസാന്നിധ്യം നിറഞ്ഞു നിന്നു. തൻ്റെ കയ്യിലിരുന്ന ഒരു സാധാരണ വടി ദൈവത്തിൻ്റെ കയ്യിലെ ശക്തിയേറിയ ഒരു ആയുധമായി ഉപയോഗിക്കപ്പെട്ടു. ഇവിടെ സങ്കീർത്തനക്കാരൻ കവിഞ്ഞൊഴുകുന്ന യോർദാനോടും തടസ്സമായി നിൽക്കുന്ന ചെങ്കടലിനോടും നേരിട്ട് സംസാരിക്കുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തു പറ്റി എന്നാണ് ചോദിക്കുന്നത്. പ്രകൃതിയിലെ ഒരു ഭാഗമായ ശക്തിയായ കടലും നദിയും തങ്ങൾക്ക് തന്നിരിക്കുന്ന അതിരുകൾ വിട്ട് എന്തിനാണ് ഭയന്നോടുന്നത് എന്ന് കാവ്യാത്മക ഭാഷയിൽ സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു. ആ ചോദ്യത്തിലൂടെ ഒന്ന് നമുക്ക് മനസ്സിലാകുന്നു: പ്രകൃതിയേക്കാൾ, പ്രകൃതിയിലെ ശക്തികളെക്കാൾ എത്രയോ മടങ്ങ് വലിയവനാണ് ഇതിൻ്റെയൊക്കെ സൃഷ്ടികർത്താവ് എന്ന്. ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ മുൻപിലെത്തിയപ്പോൾ അത് ദൈവത്തിൻ്റെ അദൃശ്യ ആജ്ഞയുടെ മുൻപിൽ രണ്ടായി പിളർക്കപ്പെട്ടു. സമുദ്രം ഓടിക്കളഞ്ഞു. ദൈവിക കൽപ്പനയുടെ മുൻപിൽ സമുദ്രം ഭയന്നോടി. വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയിൽ യോർദാൻ നദി കവിഞ്ഞൊഴുകുന്ന സമയത്തായിരുന്നു ജനം അവിടെ എത്തിയത്. എന്നാൽ ദൈവസാന്നിധ്യം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ നദിയിലേക്ക് ഇറങ്ങിയപ്പോൾ നദിയുടെ സ്വാഭാവിക ഒഴുക്ക് നിന്നു. ജനത്തിന് കടന്നു പോകുവാൻ വഴി മാറിക്കൊടുത്തു. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളായി, തടസ്സങ്ങളായി എത്ര വലിയ വിഷയങ്ങൾ വന്നാലും ദൈവസാന്നിധ്യത്തിന് മുൻപിൽ, ദൈവിക കൽപ്പനയ്ക്ക് മുൻപിൽ സകലതും ഓടിപ്പോകും, പിൻവാങ്ങും. പ്രകൃതി ശക്തികൾ പോലും ദൈവിക ആജ്ഞ അനുസരിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ വരുന്ന പ്രശ്നങ്ങൾ എത്രയധികം വഴിമാറും. വിശ്വാസത്തോടെ ചില ചുവടുകൾ നാം വയ്ക്കുമ്പോൾ, ചില ആജ്ഞകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പുറപ്പെടുവിക്കുമ്പോൾ നമ്മുടെ മുൻപിലും അലറിക്കൊണ്ടുവരുന്ന പൈശാചിക ശക്തി വഴിമാറും. കാരണം സകലത്തിൻ്റെയും മുകളിലാണ് യേശുക്രിസ്തുവിൻ്റെ നാമവും പ്രവൃത്തികളും. യോശുവ 4:23 നിങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങൾ കടന്നു പോരുമാറ് ചെങ്കടൽ ഞങ്ങളുടെ മുൻപിൽ ഉണക്കിക്കളഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കടന്നു പോരുമാറ് നിങ്ങളുടെ ദൈവമായ യഹോവ യോർദാനിലെ വെള്ളവും നിങ്ങളുടെ മുൻപിൽ ഉണക്കിക്കളഞ്ഞു എന്ന് നാം വായിക്കുന്നു. നമ്മുടെ മുൻപിൽ അലറിക്കൊണ്ടുവരുന്നതിനെ ഉണക്കിക്കളയുവാൻ പറ്റുന്ന സർവശക്തനായ ദൈവം ഇന്നും തൻ്റെ സർവശക്തിയിൽ വാഴുന്നു. ആ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ കൊടുക്കാം. ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലും വലിയവ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.